അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളുള്ളത് പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോയിലാണ്. പതിവ് പോലെ നമ്മുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ ഒരു പ്രോഗ്രാമിൽ വരാറുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ വരുന്ന ആളുകളോട് നമ്മളൊരു പീസ് റേഡിയോ മാനേജ്മെൻറ്റിന് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു നന്ദി പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സ്റ്റുഡിയോ പോലുള്ള പീസ് റേഡിയോ പോലുള്ള ദൈവ പ്രവർത്തനങ്ങളിൽ സൗദിയെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയിലൂടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അർഷദ് ബിൻ ഹംസയാണ് ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത്. ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സൗദി അറേബ്യയിലുള്ള ആളുകളോട് ഈ ഒരു പ്രോഗ്രാം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ സംശയമുണ്ടാവും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ പീസ് റേഡിയോ ദമാം സ്റ്റുഡിയോൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കണം. 053-5500-134. ഞാൻ ഒന്നും കൂടി പറയാം, 053-5500-134. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമുക്കറിയാം സൗദി അറേബ്യയിൽ പീസ് റേഡിയോ ചിലപ്പം നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. എന്നാൽ സൗദിയിലുള്ള മലയാളികൾ സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ടാകും. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നമുക്ക് അൽഹംദുലില്ലാ സൗദി അറേബ്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമ്മുടെ സെൻറ്ററുകളുണ്ട്, അവിടെയൊക്കെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഒരു വ്യക്തിക്ക് ഇസ്ലാമിനെക്കുറിച്ചോ അല്ലെങ്കിൽ ദീനിനെക്കുറിച്ച് പഠിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞാനിവിടെ അർഷദ് ഹംസ പോലുള്ള ഇതിൻ്റെ സംഘാടകർക്ക് അത് എത്തിച്ചു കൊടുക്കും. അവർക്ക് നമ്മളുടെ ഒരു ചിലപ്പോൾ ഒരു ടെലിഫോൺ കോളോ നമ്മുടെ ഒരു മെസ്സേജ് കാരണം ഒരാൾക്ക് ദീൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്കൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യണം, 053-5500-134. നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആദ്യമായി അറിയേണ്ടത്, അർഷദ് ബിൻ ഹംസ എന്ന വ്യക്തി നാട്ടിലെവിടെയാണ്? സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വളരെയേറെ സന്തോഷമുണ്ട് പീസ് റേഡിയോയുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷം. ജസാക്കുമുല്ലാഹു ഖൈറ. ആമീൻ. ഞാൻ വാസ്തവത്തിൽ മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അരീക്കോട് 4ാം ക്ലാസ് വരെ സ്കൂൾ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുകയും അതിനുശേഷം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സുല്ലമുസ്സലാം ഓറിയൻ്റൽ ഹൈസ്കൂളിൽ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ സാന്ദർഭികമായി പറയാൻ ഉദ്ദേശിച്ചൊരു സംഗതി, ഓറിയൻ്റൽ ഹൈസ്കൂൾ പലപ്പോഴും പലർക്കും അറിയില്ല. കേരളത്തിലെ യഥാർത്ഥത്തിൽ 6 ഓറിയൻ്റൽ ഹൈസ്കൂളുകളുണ്ട്. ഒന്ന് തിരൂരങ്ങാടിയുണ്ട്, അരീക്കോടുണ്ട്, കൊച്ചിയിലുണ്ട്. അങ്ങനെ ഈ ഓറിയൻ്റൽ ഹൈസ്കൂളുകൾ വാസ്തവത്തിൽ അതിൻ്റെ ഒരു സിലബസ് കരിക്കുലം ഫ്രെയിം ചെയ്തത് ഇന്ത്യയുടെ 1ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അബുൽ കലാം ആസാദ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വാസ്തവത്തിൽ അത് മുസ്ലിം സമൂഹത്തിനെ ഒരു മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരുന്നതിലുള്ള ഒരുപാട് എഫർട്ടുകളിൽ ഒരു എഫർട്ടായിരുന്നു അത് എന്നത് നമുക്ക്. ഈ ഓറിയൻ്റൽ സ്കൂളും മറ്റു സ്കൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഓറിയൻ്റൽ ഹൈസ്കൂളിൽ അറബി ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഒന്നാമതായി 1ാം ഭാഷയും 2ാം ഭാഷയും അറബിക്കാണ്. ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും. അതെ, അപ്പോൾ ഫസ്റ്റും സെക്കൻഡും അറബി ഭാഷയായിക്കൊണ്ട് ഉള്ള ഒരു സിലബസ് ഫ്രെയിം ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതിലൂടെ നമുക്ക് ആ ഭാഷയോട് കൂടുതൽ സ്നേഹവും അതുപോലെ അതിൻ്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളും ഒക്കെ പഠിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഈ ഒരു സിലബസ് ഫ്രെയിമിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ കുറേ പ്രവർത്തനങ്ങൾ, അബ്ദുൽ കലാം ആസാദിനെ പോലെ ഉള്ള കുറേ ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം അല്ലേ? തീർച്ചയായും. നമുക്ക് 1ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അബുൽ കലാം ആസാദ് വാസ്തവത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ IIT പോലെയുള്ള വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ബീജാവാപം നൽകിയത് അദ്ദേഹമാണ്. അതോടൊപ്പം ഈ രൂപത്തിലുള്ളൊരു കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കുറേ എഡ്യൂക്കേഷണൽ വർക്കുകളും ആ സമയത്ത് ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പിലാക്കി എന്നത് വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു വിഷയമാണ്. സാന്ദർഭികമായി സൂചിപ്പിച്ചു. അതിൻ്റെ പുറകിൽ വേറെയും കുറേ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിനു വേണ്ടി പ്രവർത്തിച്ച കുറേ ആളുകൾ, മരിച്ചു പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതെ അതെ, തീർച്ചയായും. അന്നത്തെ ഒരു മുസ്ലിം നേതൃത്വത്തിൻ്റെ ഒരു ലോങ് വിഷൻ, ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ തീർച്ചയായും ചരിത്രത്തിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക വിഷയം
വിഷയം തന്നെയാണ്. അവർക്കൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ, തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ അടുത്ത പിന്നെ മേഖല എവിടെയായിരുന്നു? ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പിന്നെ കോളേജൊക്കെ എവിടെയായിരുന്നു? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ പ്രീ ഡിഗ്രി ആണല്ലോ അന്നത്തെ സമയത്ത്, +2 സംവിധാനം ആകുന്നല്ലേ ഉള്ളൂ. അതെ അതെ. പ്രീ ഡിഗ്രിക്ക് തിരൂരങ്ങാടി PSMO കോളേജ് പിന്നെ ആണ് പഠിച്ചത്. നല്ലൊരു വിദ്യാഭ്യാസ അന്തരീക്ഷവും നല്ലൊരു ധാർമ്മിക ചിന്തയോടുകൂടി പിന്നെ അങ്ങനെയുള്ളൊരു ക്യാമ്പസ് ലൈഫാണ് വാസ്തവത്തിൽ PSMO കോളേജിൽ നമുക്കുണ്ടായിരുന്നത്. പോക്കർ സാഹിബ് മെമ്മോറിയൽ. അതെ അതെ, പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ്. അപ്പം അവിടെയാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നീടാണ് പിന്നെ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സിന്. അത് അഞ്ജുമൻ എഞ്ചിനീയറിംഗ് കോളേജ് ഭട്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ പിന്നെ പഠനം പൂർത്തിയാക്കി. ഏത് വർഷത്തിലാണ് എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞത്? ഏകദേശം 1992 എഞ്ചിനീയറിംഗ് കോളേജ് പഠനം കഴിഞ്ഞത്. പിന്നീട് 2 വർഷം മദ്രാസിൽ ജോലിയായിട്ട് മദ്രാസിൽ പോയി. അപ്പോൾ ഈ സൗദി അറേബ്യയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, അതിന് മുന്നേ ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്കറിയാലോ, ഇവിടെ സൗദിയിലെ ദേവാ പ്രവർത്തനങ്ങളുടെ ഒരു വ്യക്തി എന്ന നിലക്ക് പഠന സമയത്ത് ഈ ദേവാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് വാസ്തവത്തിൽ ക്യാമ്പസുകളിലൊക്കെ സ്കൂൾ പഠന സമയത്ത് പോലും MSM ഉണ്ട്. ഇന്നത്തെ പോലെ വളരെ വ്യാപകമായ വിപുലമായ യൂണിറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ ശക്തമായ സാന്നിധ്യമുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അപ്പോൾ അന്ന് മതപരമായ ധാർമ്മികമായ അതുപോലെ പ്രബോധന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അന്ന് തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെടാൻ സാധിച്ചത് വളരെയേറെ സന്തോഷമാണ്. അൽഹംദുലില്ലാ. പിന്നെ അരീക്കോടിൻ്റെ പ്രത്യേകത, അരീക്കോട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ യഥാർത്ഥത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീനൊക്കെ പറക്കുന്നതിന് മുമ്പ് തന്നെ, അതിൻ്റെ ഒരുപാട് മുമ്പ് തന്നെ അവിടെയുള്ള പിന്നെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും NV അബ്ദുസ്സലാം മൗലവിയെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള ഒരുപാട് നേതാക്കന്മാർ, അപ്പം അവരുടെയൊക്കെ പ്രവർത്തന ഫലമായി പിന്നെ മതരംഗത്തും അതുപോലെ ഭൗതികമായ വിദ്യാഭ്യാസ രംഗത്തും ഒരുപോലെ പിന്നെ ഇറങ്ങി പ്രവർത്തിച്ച് ഫീൽഡിൽ പ്രവർത്തിച്ച് മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയ ഒരു നാട് എന്ന നിലക്ക് അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് നമുക്കൊക്കെ പിൽക്കാലത്ത് വരുന്ന നമ്മൾക്കൊക്കെ കിട്ടി, അൽഹംദുലില്ലാ. അപ്പോൾ ഈ സൗദി അറേബ്യയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം, സാധാരണഗതിയിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ പിന്നെ നിൽക്കാറാണല്ലോ പതിവ്. സൗദി അറേബ്യയിലേക്ക് പോരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയാമോ? വാസ്തവത്തിൽ സൗദി അറേബ്യയെക്കുറിച്ച് അറിയുകയും സൗദി അറേബ്യയിൽ പിന്നെ നമ്മളുടെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന സമയത്ത് തന്നെ ബന്ധപ്പെടുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി വിഭാഗവുമായി MSMുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റുമായി ആണ് 1999 സയ്യിദ് മുഹമ്മദ് ഷാക്കിറിൻ്റെ കൂടെ ഞാൻ ആദ്യമായ എൻ്റെ വിദേശ യാത്ര ജോലിക്ക് വേണ്ടി അല്ല വന്നത്. അത് 1999 അന്ന് ഇവിടെ പിന്നെ ഹെഫർബാത്തിൻ എന്ന പ്രൊവിൻസിലുള്ള ഗവർണർ ഹമദ് സുലൈമാൻ ജിബിരീൻ എന്ന് പറഞ്ഞ ആ ഗവർണറുടെ ഗസ്റ്റായി നമ്മൾ അവരുടെ ഇതിൽ പിന്നെ താമസിക്കുകയും ഒക്കെ ചെയ്ത് ഇവിടെ മൊത്തത്തിൽ ഒരു പിന്നെ വിസിറ്റ് നടത്തുകയും ഒരു സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിനാണ് വന്നത്. അത് വളരെ ഭംഗിയായി പൂർത്തിയാക്കി തിരിച്ചു പോവുകയും ചെയ്തു, അൽഹംദുലില്ലാ. പിന്നീട് അതിന് ശേഷം യാദൃശികമായാണ് 2007 പിന്നെ വീണ്ടും ഒരു വിസിറ്റിന് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് എവിടെയാണ് ഇപ്പോൾ ഏതിലാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ്? അപ്പോൾ ആ വന്ന സമയത്ത് സൗദിയിലെ ഏറ്റവും വലിയ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ വ്യവസായ നഗരങ്ങളിലൊന്നായ ജുബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റി, അത് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിൽ നിന്ന് 100 കിലോമീറ്റർ അപ്പുറമുള്ള ഈ സിറ്റിയിലെ അവിടെയുള്ള ഒരു ജുബൈൽ ഇൻഡസ്ട്രിയൽ കോളേജ്, അതൊരു വല്ലാതെ എന്നെ ആകർഷിച്ച ഒരു കോളേജാണ്. എന്തുകൊണ്ട്? സാധാരണ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ കുറേ തിയററ്റിക്കൽ കൺസെപ്റ്റ് പിന്നെ നമുക്കുണ്ടാകും എന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, ഒരു അപ്ലൈഡ് ഫീൽഡിലുള്ള പിന്നെ ഒരു നോളജ്, അത് വാസ്തവത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതിൽ നല്ലൊരു കുറവ് കാണില്ല. ഇന്ത്യയിൽ പലതുണ്ടാവാം, പക്ഷെ നമ്മൾ കണ്ടിടത്തോളം ഇല്ല. ഇവിടെ ആ ഒരു ആ കോളേജ് സന്ദർശിക്കാനൊരു അവസരം കിട്ടി. നമ്മളെ ചില പിന്നെ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ നിർബന്ധപ്രകാരമാണ് അവിടെ വിസിറ്റ് ചെയ്ത്. അത് വല്ലാതെ ആകർഷിച്ചു. അവരുടെ നിർബന്ധപ്രകാരം അവരുടെ ഒരു അവിടെ ഇൻ്റർവ്യൂ കൊടുക്കുകയും അങ്ങനെ യാദൃശികമായാണ് പെട്ടെന്ന് ഇങ്ങോട്ട്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയുക, ഈ സൗദി മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണോ ഇത് വർക്ക് ചെയ്യുന്നത്?
അല്ല, സൗദി അറേബ്യൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഗവൺമെൻറ് റോയൽ അതായത് സൗദി നാഷണാലിറ്റിയാണ് ഇതിൻ്റെ ടോപ്പിലിരിക്കുന്നത് അല്ലേ? അതെ അതെ. കാരണം ആളുകളൊക്കെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയൊക്കെ വളരെ പിന്നെ വില കുറച്ച് കാണിക്കുന്ന ചില ആളുകളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അപ്പോൾ എന്നാലും നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു സിസ്റ്റമാണ് അവരുടെ വിദ്യാഭ്യാസ രീതി അല്ലേ? അതെ അതെ. ഞാൻ വന്ന് ജോയിൻ ചെയ്ത ഉടനെ തന്നെ ആദ്യം തന്നെ എനിക്ക് വളരെ ആകർഷകമായി തോന്നി. അവർ നല്ലൊരു പാക്കേജൊക്കെ തന്ന് ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തപ്പോഴന്നെ അത് കംപ്ലീറ്റ് പഠിച്ചപ്പോൾ നമുക്ക് ഒരിക്കലും ഇന്ത്യയിൽ ഇത് കാണാൻ പറ്റാത്ത ഒരു സിസ്റ്റം. ഒന്നാമത് ഇവർക്ക് ലാബോറട്ടറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള അവർക്ക് ഫണ്ടിൻ്റെ ഒരു വിഷയം ഇല്ല. പക്ഷെ അതേസമയം ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി, ഒരു വേൾഡിൽ തന്നെ ഒരു ഒന്നാം നിലയിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി, അതിലേക്ക് ആ സിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് 10-40 വർഷം മുമ്പ് ആദ്യം അവർ ചെയ്തൊരു ഇൻഡസ്ട്രിയൽ കോളേജ് ഉണ്ടാക്കിയെന്നുള്ളത് സൗദി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ റോയൽ കമ്മീഷൻ എന്ന് പറഞ്ഞ യാംബു, ജുബൈൽ എന്ന് പറഞ്ഞ 2 സിറ്റികളെ ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ജിസാൻ അതുപോലെ റാസൽ ഖൈർ ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വലിയൊരു സംവിധാനമാണ് റോയൽ കമ്മീഷൻ. അപ്പോൾ സൗദി അറേബ്യയുടെ ഫണ്ടിൻ്റെ തന്നെ ഒരു മേജർ ബജറ്റ് റോയൽ കമ്മീഷൻ്റെതാണ്. അവരുടെ കീഴിലുള്ള ഈ ഒരു കോളേജ് ഗവൺമെൻറ് സംവിധാനത്തിൽ ഓട്ടോണമസായി നടക്കുന്ന ഒരു കോളേജ്, അത് ഇത്രയും അധികം കുട്ടികളെ നോളജും സ്കില്ലും, അപ്പോൾ സാധാരണ പറയാറുണ്ട് KSA എന്നത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ. അപ്പോൾ നമ്മൾ റീഡിഫൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റെ സ്റ്റുഡൻസിന്. അത് നോളജ്, സ്കിൽ ആൻഡ് എബിലിറ്റിയാണ്. അതിൽ ഈ KSAക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നോളജിനുണ്ട്, സ്കില്ലുണ്ട്, എബിലിറ്റി ഉണ്ട്. അതെ. അപ്പോൾ വെറും നോളജ് മാത്രമല്ല, സ്കില്ല് വേണം. അതെ, ഏബിളാവും വേണം. ഓക്കെ ഓക്കെ. ഈ അവിടെ ജോലി തുടങ്ങിയിട്ട് ഉള്ള ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ കോളേജുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഓർമ്മകളിൽ വല്ലതും പറയാൻ പറ്റുമോ? അല്ല, കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്കതിൽ എനിക്ക് കണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. വളരെയേറെ കണിശത അവർ സമയത്തിൻ്റെ വിഷയത്തിൽ, പങ്ക്ച്വാലിറ്റി. ഉദാഹരണമായി 7 മണിക്ക് രാവിലെ ഒന്നാമത്തെ പീരീഡ് തുടങ്ങും. 7:05 വരെ കുട്ടിക്ക് എന്ത് ചെയ്യാം, ഇളവുണ്ടല്ലേ, വരാം. പക്ഷേ ലേറ്റ് മാർക്ക് ചെയ്യണം. 7:06 ആയിക്കഴിഞ്ഞാൽ ആബ്സെൻറ്റ് മാർക്ക് ചെയ്യണം. 3 ആബ്സെൻറ്റ്, 3 ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ആബ്സെൻറ്റുമാണ്. ഇത്ര എണ്ണം ആബ്സെൻറ്റ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്ത് DN അഥവാ ആ കോഴ്സ് അവൻ ഔട്ടായി, പിന്നീട് റിപ്പീറ്റ് ചെയ്യണം. അത്രയും കണിശമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വളരെ പങ്ക്ച്വലായിരിക്കും. അപ്പോൾ അത് നമ്മൾക്ക് നാട്ടിലൊന്നും ആലോചിക്കാൻ പറ്റാത്തൊരു ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ആ പങ്ക്ച്വാലിറ്റി വരും അല്ലേ? തീർച്ചയായിട്ടും. ഈ സൗദിയിലെത്തിയപ്പോൾ ഈ ഒരു ജോലിയുടെ കൂടെ തന്നെ അന്നത്തെ ഒരു ജുബൈലിലെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ദഅവാ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അത് Day 1 അതിന് ഇവിടെ വരുന്നതിന് മുമ്പ് വിസിറ്റ് വന്ന സമയത്തും പിന്നീടും ആ പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ ജുബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റി, അതുപോലെ ജുബൈൽ സിറ്റി, ജുബൈൽ കേന്ദ്രമാക്കിയിട്ട് സൗദി അറേബ്യയിലെ ഏറ്റവും മാതൃകാപരമായി നടക്കുന്ന ഒരു ദഅവ സെൻറ്റർ ജുബൈലിലാണ്. ഹൈലി സിസ്റ്റമാറ്റിക് ആണ്. പ്രത്യേകിച്ച് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ള ഒരു വ്യാവസായിക നഗരം എന്നുള്ളവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വിഷനറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ അവരുടെയൊക്കെ ഇൻപുട്ട് വെച്ചുകൊണ്ട് അന്ന് 2008 ഞാൻ ഫസ്റ്റ് കടന്നു വരുന്ന സമയത്ത് പോലും അന്ന് ഈ ടൈം ആൻഡ് അറ്റൻഡൻസ് ബയോമെട്രിക് സിസ്റ്റം വെച്ചിട്ടാണ് അവിടെയുള്ള എംപ്ലോയീസ് പോലും അവിടെ ലോഗിൻ ചെയ്യുന്നത്. അതെന്നെ അത്ഭുതപ്പെട്ടു. ദേവ സെൻറ്റർ. അപ്പം മതത്തിൻ്റെ വിഷയത്തിലും അവർ ഏറ്റവും മോഡേൺ കാര്യങ്ങൾ, സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി. എന്നാൽ ഖുറാനും ഹദീസും നേരിട്ട് അത് അതുപോലെ പ്രബോധനം ചെയ്യുന്ന ഒരു രീതി അവിടെ ഉണ്ടായി. അവിടെ യാതൊരു ഇതില്ലാതല്ലേ? ഇല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയത് 22 ഭാഷകളിലുള്ള പ്രബോധകർ അവിടെ ഉണ്ടെന്നല്ല. സൗദിയിലെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു ദഅവ സെൻറ്റർ എന്ന് അറിയപ്പെട്ട ഒരു സ്ഥലമാണത് ജുബൈൽ ദഅവ സെൻറ്റർ. ഉദാഹരണം ചൈനീസ് ഭാഷയിലുള്ളൊരു ദായി, അതുപോലെ അഫ്ഗാൻ, അപ്പോൾ പഷ്തു, തമിഴ് തുടങ്ങി ഒരുവിധ ഇന്ത്യൻ ലാംഗ്വേജും മലയാളം, ഉറുദു തുടങ്ങിയിട്ടുള്ള എല്ലാ ലാംഗ്വേജുകളും വിവിധ ഭാഷകളിലുള്ള ലാംഗ്വേജുകളൊക്കെ അതിലൊക്കെ പ്രബോധന ധർമ്മം നിർവഹിക്കുന്ന അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ജുബൈലിൽ വരുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാന്നാണല്ലേ? അതെ അതെ. അപ്പോൾ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ പരിചയം ഉണ്ടാവും? ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട്. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയാവുന്നത് ഒരു ഫിലിപ്പൈൻസ് നിന്ന് വന്ന ഒരു പാസ്റ്റർ. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഇവിടുത്തെ ഒരു പ്രബോധകനായി മാറുകയും അദ്ദേഹത്തിൻ്റെ മുഖേന ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാനും ഒരുപാട് ആളുകളിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അദ്ദേഹം കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് സൗദി അറേബ്യയിലേക്ക് കടന്നു വരുന്ന ഒരു നഗരം കൂടിയാണ് ജുബൈൽ. കാരണം അത്രയധികം ഇൻഡസ്ട്രീസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ നഗരം എന്നുള്ളത്. അപ്പോൾ അവരിലേക്കൊക്കെ അവരുടെ ലേബർ ക്യാമ്പുകളിലേക്ക് പോയി പ്രബോധനം നടത്താനൊക്കെ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്നത് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നമുക്ക് അതിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നത്. അൽഹംദുലില്ലാ. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം സൗദി അറേബ്യയിലെ മൊത്തത്തിലുള്ള സൗദിയിലുള്ള മലയാളികളെ ദൈവ പ്രവർത്തനങ്ങൾ ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു ദേശീയ കമ്മിറ്റി രൂപം കൊണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണല്ലോ ബഹുമാന്യായ അർഷദ് ബിൻ ഹംസ. എങ്ങനെയാണ് ആ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്? സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥലമാണ്. പല സ്ഥലത്ത് പല സെൻറ്ററുകളാണ്, പല ടൈം അടക്കം വ്യത്യാസമുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ എങ്ങനെ ഏകീകരിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതൊന്ന് ചുരുക്കി വിവരിപ്പിക്കാൻ പറ്റുമോ? സൗദി അറേബ്യ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും ഭൂപ്രദേശമുള്ള ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. അത്രയും വിശാലമാണ്. അപ്പോൾ ഈ പ്രവിശ്യകളൊക്കെ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നതൊരു വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. പലപ്പോഴും ഒരു നാഷണൽ കമ്മിറ്റി എന്നുള്ള സംവിധാനങ്ങളൊക്കെ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഫലപ്രദമായ രൂപത്തിലുള്ള ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടായിട്ടില്ല എന്നതൊരു ശരിയാണ്. അപ്പോൾ മദീനയിൽ നടന്ന ഒരു മൊത്തം 2013 നടന്ന മൊത്തം ദേശീയ തലത്തിലുള്ളൊരു സംഗമം, അതിലൂടെയാണ് വീണ്ടും ഒരു നല്ല രൂപത്തിലുള്ള ഒരു സംവിധാനം വരണം എന്നുള്ള ചിന്ത വന്നത്. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടും അത് നടക്കാതെ പോയി. ഈ ഒരു ഗ്യാപ്പ്, ഒരുപാട് വലിയ ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് വെസ്റ്റ് ആണെങ്കിൽ മക്കയും മദീനയൊക്കെ അടങ്ങുന്ന വെസ്റ്റ്, അതുപോലെ ഈസ്റ്റ് ഈ ദമ്മാമും ജുബൈലും അൽഖുബാറൊക്കെ അടങ്ങുന്ന ഈ ഒരു ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉള്ള ഈസ്റ്റ്, അതുപോലെ നോർത്തും സൗത്തും ഒക്കെ പറയുമ്പോൾ അത്രയും അധികം വിശാലമായ ഭൂപ്രദേശമാണ്. പക്ഷേ പിന്നീട് മക്കയിൽ നടന്നൊരു സംഗമത്തിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ അടുത്ത് കോവിഡിന് ശേഷം ഉണ്ടായൊരു വലിയൊരു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ ടെക്നോളജി വെച്ചുകൊണ്ട് കണക്ട് ചെയ്യൽ എളുപ്പമായപ്പം അത് ശരിക്കും നമ്മളെ വളരെയധികം എൻഹാൻസ്ഡായി. അപ്പോൾ മക്കയിൽ ചേർന്ന ഒരു വലിയൊരു സംഗമം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോ പ്രൊവിൻഷ്യൽ കമ്മിറ്റികളും ഒക്കെ രൂപപ്പെടുത്തി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടൊരു നല്ല രൂപത്തിലുള്ളൊരു സംവിധാനം, അഡ്ഹോക്ക് സംവിധാനം ഇപ്പോൾ നിലവിൽ വന്ന് അൽഹംദുലില്ലാ. ഇനി അടുത്തൊരു ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇതിപ്പോൾ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു, കോളേജിലൊക്കെ വളരെ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സ്ഥലത്ത് ജുബൈലിലുള്ള ഒരാളും മക്ക മദീനത്തൊക്കെയുള്ള ആളുകൾ തമ്മിൽ ഈ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള കാര്യങ്ങളായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? അതിപ്പോൾ നമ്മളെ 5-6 പ്രൊവിൻസുകളായിട്ട് പ്രൊവിൻഷ്യൽ തലത്തിലാണ് നമ്മുടെ മെയിൻ ഫോക്കസ് വർക്കുകളുടെ. അതൊക്കെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് നാഷണൽ ലെവലിൽ, അപ്പം ആ നാഷണൽ ലെവലിലുള്ള കോർഡിനേഷൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഫിസിക്കൽ മീറ്റിങ്ങിൻ്റെ എണ്ണം കുറയ്ക്കുകയും എന്നാലോ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് സൂം വഴിയുള്ള മീറ്റിങ്ങുകളും കോർഡിനേഷനൊക്കെ നടക്കുകയും ചെയ്തുകൊണ്ട് വളരെ ഫലപ്രദമായി കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ബേസ് ഇസ്ലാഹി സെൻറ്ററുകളുടെ വർക്കാണ്. അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അത് പ്രവിശ്യ തലങ്ങളിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയും പിന്നീട് അത് മൊത്തം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടത്തണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ പ്ലാനിങ്. അൽഹംദുലില്ലാ, അള്ളാഹു ഖൈറാക്കട്ടെ. ഒരു ചോദ്യം, സൗദി അറേബ്യയിൽ എത്തി സൗദി നാഷണാലിറ്റി ഉള്ള ആളുകളുമായി ഒരുപാട് ബന്ധപ്പെടാൻ ചാൻസ് കിട്ടിയ ഒരു വ്യക്തി എന്ന നിലക്കും നാട്ടിൽ ഒരുപാട് കാലം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലക്കും സൗദിയിലെ ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ഒന്ന് പറയാമോ? സൗദി അറേബ്യയിൽ വന്നു ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇവിടെ ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ കഴിഞ്ഞതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജുബൈൽ പോലെയുള്ളൊരു വ്യവസായ നഗരത്തിലാണ് എത്തിപ്പെട്ടത്. സൗദി അറേബ്യയുടെ ഭൂപ്രദേശം ഒരുപാട് വ്യത്യസ്തമാണ്. വളരെയേറെ തികച്ചും ഗ്രാമീണമായ അവസ്ഥയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് സൗദി അറേബ്യ അല്ല എന്ന് പോലും തോന്നിപ്പോകുന്ന രൂപത്തിൽ ശരിക്കും അവരുടെ മുഷിഞ്ഞ വസ്ത്രവും കൃഷിയിലൊക്കെ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്ത രൂപത്തിലുള്ള കസീം ഏരിയയിലൊക്കെ ഉള്ള പല കർഷകരെ പോലും കാണാൻ സാധിച്ചു. അവരുടെ ജീവിതശൈലി തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ പലപ്പോഴും സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഈ സിറ്റി പട്ടണങ്ങളിലുള്ള, അത് ജിദ്ദയായാലും റിയാദും ദമ്മാമും പോലെയുള്ള പട്ടണങ്ങളിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് ആളുകൾക്ക് അറിയുള്ളൂ പലപ്പോഴും. പക്ഷേ ഈ ഉള്ളോട്ടുള്ള
പല ജീവിത ശൈലികളും പലർക്കും അറിയില്ല. അപ്പോൾ പിന്നെ പലപ്പോഴും ഞാൻ കാണുന്നൊന്ന് വളരെ തെറ്റായിട്ടാണ് സൗദി അറേബ്യയെ പലപ്പോഴും നാട്ടിൽ പോർട്രേറ്റ് ചെയ്യപ്പെടാറുള്ളത് അല്ലെങ്കിൽ ചിത്രീകരിക്കപ്പെടാറുള്ളത്. അത് ശരിയല്ല. ഇന്ന് തികച്ചും വ്യത്യസ്തമാണ്. ആളുകൾ വളരെയേറെ പിന്നെ നമ്മളെ സ്വീകരിക്കാൻ റെഡിയുള്ള, വളരെ ഹൃദയവിശാലതയുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ദീനിന്റെ ഭാഗമാണല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് ആ അള്ളാഹുവിലുള്ള വിശ്വാസം, ആ തൗഹീദ് അത്രയും അധികം ഉറച്ച വിശ്വാസമുള്ള ആളുകളാണ്. അപ്പോൾ ദീനി ഫ്രെയിമിൽ ഊട്ടപ്പെട്ട ഒരു ജനതയായിട്ടാണ് എനിക്ക് തുടക്കം മുതലേ വന്നപ്പം ഈ സൗദിയിലുള്ള ജനങ്ങളെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ഖദറിലുള്ള വിശ്വാസം, അങ്ങനെയുള്ള വിശ്വാസപരമായിട്ട് തന്നെ അവരോട് സംവദിക്കുമ്പോൾ അവരിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ മതവിദ്യാഭ്യാസം കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്കൂൾ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയൊരു ബാധ്യത എന്നുള്ളതിൽ മുഴുവൻ സിറ്റിസൺസിനും ദീനിൻ്റെ അടിസ്ഥാനം പഠിപ്പിക്കാൻ 1 മുതൽ 12 വരെയുള്ള സിലബസ് അത്രയും അധികം ഗംഭീരമായി പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ, ക്രമീകരിച്ചിട്ടുണ്ട്. അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. രണ്ടുമുണ്ട്, ദീനുമുണ്ട്, രണ്ടും കൂടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം. തീർച്ചയായും. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ വരാൻ കാരണം നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലും ഈ ഒക്കെ പല ആളുകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ചില കഥകൾ വെച്ചിട്ടാണ് സൗദിയെക്കുറിച്ചിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ഇപ്പോൾ ആടുജീവിതം പോലുള്ള ഒരു ബുക്ക്, ഒരു നോവൽ എഴുതുന്നു, അതൊരു സിനിമയാക്കുന്നു. അതാണ് സൗദിയിലുള്ള ആളുകളുടെ നിലവാരം എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവർക്കൊക്കെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ അർഷദ് ബിൻ ഹംസ നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നാട്ടിലെ കുട്ടികളുടെ കുറിച്ചൊക്കെ പറഞ്ഞു. നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ, കുട്ടികളുടെ ചിന്താഗതികളും കുട്ടികളുടെ വളർച്ചയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചും സംസാരിച്ചു. ഇപ്പം നാട്ടിൽ നമ്മളെ മക്കളിൽ കാണുന്ന ഇന്നത്തെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെ അതിനെ ഒരു പരിഹാരം, ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടുന്നുണ്ട് നമുക്ക് എന്തൊക്കെ പരിഹാരം? ഒരു പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ആ ചിന്താഗതികൾ, ലിബറൽ ചിന്താഗതികൾ മുതൽ അങ്ങനെ ഒരു വളരെ വളരെ തെറ്റായ രീതിയിലുള്ള ചില നീക്കങ്ങളൊക്കെ നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു കാരണം എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ്? വാസ്തവത്തിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യയെ പോലെയുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ ഉള്ള ഒരു സിലബസ് സെറ്റ് ചെയ്യുന്നതിൽ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ സംഘപരിവാറൊക്കെ ചെയ്ത് കൂട്ടുന്ന, അതുപോലെ കമ്മ്യൂണിസം അവർ ഇതിൽ സിലബസിൽ കൂട്ടാൻ ശ്രമിക്കുന്ന മതരഹിത വാദങ്ങളും, അതുപോലെ ഒരു ലിബറൽ ചിന്താഗതിയുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് ഈ സമീപകാലത്ത് നമ്മളൊക്കെ ഒബ്സർവ് ചെയ്തൊരു വിഷയമാണ്. ഇവിടെയുള്ള സ്കൂളുകളിലുള്ള സിലബസ്, ഇപ്പോൾ ഒരു സയൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ പോലും ഉലൂമിൻ്റെ ആ പുസ്തകങ്ങൾ എടുത്താൽ ഒക്കെ കൃത്യമായും ഒരു ദിശാബോധത്തോടു കൂടിയാണ് ആ സിലബസ് മുഴുവനും സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ കുട്ടികളിൽ ഇപ്പോൾ ഒരു സയൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ, ഉലൂമിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സയൻസ് പഠിപ്പിക്കുകയാണെങ്കിലും ഇതിനൊക്കെ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതും ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ഈ പഠനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആദ്യം തുറക്കം പറയും. അതിനൊരു ദിശാബോധം എല്ലാത്തിലും ഉണ്ട് എന്നുള്ളത് എന്നെ വളരെയേറെ ആകർഷിച്ചൊരു വിഷയമാണ്. അപ്പം മതപരമായ വിഷയങ്ങൾ തഫ്സീറുണ്ട്, അതുപോലെ തൗഹീദുണ്ട്, സുലൂക്ക് അഥവാ സ്വഭാവ നിങ്ങൾ രൂപീകരിക്കുന്ന വിഷയത്തിലൊക്കെയുള്ള സബ്ജക്റ്റ് ഉണ്ട്. അതിന് പുറമെ ഈ സയൻസ് പോലെയുള്ള വിഷയങ്ങളിലും ഹിസ്റ്ററിയിൽ പോലും നല്ലൊരു ദിശാബോധത്തോടു കൂടി സിലബസ് സെറ്റ് ചെയ്തത് ആണ് എന്നെ തുടക്കത്തിൽ വന്ന ഉടനെ തന്നെ. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഇപ്പോൾ സൗദി സിലബസ് സ്വീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ സിലബസ് അറബിക് മീഡിയത്തിൽ പഠിക്കുന്ന ഒരുപാട് മലയാളികളായ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉണ്ട്. അതായത് ഏതൊക്കെ കണ്ടുപിടുത്തം ചെയ്താലും ഇതൊക്കെ നമ്മളെ കഴിവല്ല, ഇതിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ. ആ ഒരു ദിശാബോധം കുട്ടികളിൽ വരുത്തിയിട്ടാണ് സിലബസ് ഫ്രെയിംവർക്ക്. അപ്പോൾ വഴി തെറ്റിപ്പോകാൻ ചാൻസ് ഇല്ല കുട്ടികൾ നടത്താം. അപ്പോൾ അവർക്കൊക്കെ ഒരു ബേസ് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തും. ഞാനിപ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോൾ പല സന്ദർഭങ്ങളുണ്ടായിട്ടില്ല. അപ്പം അവരിലൊക്കെ ഒരു സത്യസന്ധതയും ഒക്കെ ശരിക്കും ബോധ്യപ്പെട്ടു. ഞാൻ പലപ്പോഴും തമാശ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ
പിന്നെ കുട്ടികൾ പിന്നെ ചീറ്റിങ് കോപ്പി അടിക്കുന്ന പോലെ കോപ്പി അടിക്കാൻ അത്രയും സ്മാർട്ടല്ല ഇവർ എന്ന് പറഞ്ഞാൽ അവരുടെ സത്യസന്ധതയോടു കൂടിയാണ്. അപ്പോൾ അവർക്ക് കോപ്പി അടിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറയും. അപ്പം ആ നിലക്ക് ഉള്ളത് അവർ പറയും സംഗതികൾ. അതൊരു ക്വാളിറ്റി ഇല്ലായ്മ അല്ല, ഒരു ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയാണ്. ബോധ്യപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലം ഈ ഒരു സോഷ്യൽ മീഡിയ പോലുള്ള അല്ലെങ്കിൽ പൊതു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പല ആളുകളും നമ്മളോട് സംസാരിക്കുമ്പോൾ ഇന്ന് കാണുന്ന വളരെ നല്ല രീതിയിൽ നല്ല സത്യസന്ധമായി കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് പത്രപ്രവർത്തനം എന്നുള്ളത്. അതായത് പത്രപ്രവർത്തനത്തിൻ്റെ ആ ഒരു സത്യസന്ധത നഷ്ടപ്പെട്ട് എന്ന രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ഇന്ന് നാട്ടിൽ. നമ്മളൊരു പേരെടുത്തൊരു ഒരു 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 സ്ഥാപനത്തെ പറയുന്നില്ലെങ്കിലും ഒട്ടുമിക്ക ആളുകളിലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടുള്ള ഒരു പത്രപ്രവർത്തനമാണ് നമുക്ക് കാണുന്നത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണും? ഇവിടുത്തെ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അത് എത്രത്തോളം ശരിയാണ്? ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാസ്തവത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലാണ് ഈ ഒരു പ്രവണത കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. മുമ്പൊന്നും പത്രപ്രവർത്തനം അങ്ങനെയല്ലല്ലോ, സത്യസന്ധമായ. അതെ, തീർച്ചയായും ആത്മാർത്ഥമായും പത്രപ്രവർത്തന രംഗത്ത് അതിന് താല്പര്യത്തോടു കൂടി വന്ന് സത്യസന്ധതയോടുകൂടി ഉള്ളത് പറയുന്ന ഒരു രൂപത്തിലുള്ള പത്രപ്രവർത്തനങ്ങൾ തികച്ചുപ്പ് മാറിയത് അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, പല കോർപ്പറേറ്റുകളും പത്രമാധ്യമ സ്ഥാപനങ്ങളെ കയ്യിലാക്കി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഫാഷിസത്തിൻ്റെ ഒരു തന്ത്രമാണെന്ത്, കോർപ്പറേറ്റുകളെ പിടിച്ചുകൊണ്ട് അവർ വഴി ഈ മീഡിയകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. അത് വളരെയേറെ നീചമായ രൂപത്തിൽ നടക്കുന്ന ഒരു രാജ്യമായി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ത്യ മാറി എന്നുള്ളതാണ് അതിൽ വിഷയമുള്ളത്. അപ്പോൾ ഇവിടെ സൗദി അറേബ്യയിലുള്ള ഒരു വലിയ ഒരു മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയുമായി ഞാൻ വന്ന ഉടനെ അദ്ദേഹവുമായി സന്ദർശിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ ഒരു അവസരം കിട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പത്ര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പുള്ളി ഉദാഹരണ സഹിതം എന്നോടത് പറഞ്ഞു. അതിൽ വരുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഞാനത് ബോധ്യപ്പെട്ടു. അപ്പം അത്രയും സത്യസന്ധതയോടുകൂടി റിപ്പോർട്ടിംഗ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ഒരു ഹിഡൻ അജണ്ടയോടുകൂടി വർക്ക് ചെയ്യുന്ന പല ആളുകളുമാണ് ഈ മാധ്യമരംഗത്തെ ഇത്രയും മോശപ്പെട്ട രൂപത്തിലേക്ക് ആക്കിയത്. അപ്പോൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊരു കാര്യം പറയുന്നത് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെടൂല. കാരണം എന്താണ്, ഇന്ത്യയിലുള്ള മാധ്യമങ്ങളിലെ ഒരു 90%-ലധികവും ഒരു നാഷണൽ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളൊക്കെ കോർപ്പറേറ്റുകളുടെ കീഴിലാവുകയും അത് ഫാഷിസ്റ്റ് ശക്തികൾ അതിനെ സ്വാധീനിക്കുകയും ചെയ്തു എന്നുള്ളതൊരു വലിയൊരു ദൗർഭാഗ്യകരമായ അങ്ങനൊരു അവസ്ഥ ഇവിടെ ഇല്ല. ഏറ്റവും കൂടുതൽ പത്രസ്വാതന്ത്ര്യം ഉണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം ഈ വിദ്യാർത്ഥികളിൽ ഒരു പ്രത്യേക ഒരു വ്യത്യാസം കണ്ടത്, നമ്മുടെ നാട്ടിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെയുള്ള പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനത് തുടക്കം മുതൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തു. ഇവിടെ വന്ന ഉടനെ ഒക്കെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പത്രങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നമ്മളെ നാട്ടിലെ പത്രങ്ങളും സോഷ്യൽ മീഡിയകളും നെഗറ്റിവിറ്റി കൂടുതലും നെഗറ്റീവായിട്ട് കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിന് കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഇപ്പോൾ ഈ അടുത്ത് സംഭവിച്ച ഒരുപാട് സംഗതികൾ. ഇപ്പോൾ പല വിഷയത്തും വേറൊരു നാട്ടിൽ ക്രൈം ചെയ്തിട്ട് ആ നാട്ടിൽ ഇപ്പോൾ യമനിൽ അതുപോലെ പല സ്ഥലത്തും അറബി നാടുകളിൽ ക്രൈം ചെയ്താൽ ആ ക്രിമിനലുകളെ വെറുതെ വിടൂല, അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. അത് ആ നാട്ടുകാരാണെങ്കിൽ പോലും. ഈ അടുത്ത് നമ്മൾ കണ്ടു, ഇവിടെ സൗദി അറേബ്യയിലുള്ള രാജകുടുംബാംഗത്തെ വരെ ഈ നിയമം എല്ലാവരുടെ മുമ്പിലും ഒരേപോലെയാണ്. ആ ഒരു നീതിബോധം ജനങ്ങളിലുണ്ട്. അത് ക്രൈമിനെ കുറക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ബോധം പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോൾ കുറേശ്ശെങ്കിലും അതിനെക്കുറിച്ച്, അപ്പോൾ അതൊരു വികൃതമായ രൂപത്തിലാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ചിത്രം എന്താണ്, അത്രയും ക്രൈം കുറവാണ്. ഈ ഒരു നാട്ടിൽ സുന്ദരമായി രാത്രി പാതിരാക്ക് വരെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാനും ഡ്രൈവ് ചെയ്യാനും വരെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ കഴിയില്ല. അതിന് കാരണം ഇവിടുത്തെ ഇസ്ലാമിക നിയമങ്ങളുടെ കർശന സ്വഭാവമാണ്. ഇപ്പോൾ ആളുകൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയില്ലേ? അതെ അതെ. ഇപ്പോൾ ഞാൻ പലപ്പോഴും പല ആളുകളും നമ്മളോട് സംസാരിക്കാറുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ഈ പത്രപ്രവർത്തന ഈ ന്യൂസ് അവർ പോലത്തുള്ള ഏത് മാധ്യമമായാലും
വിഷയങ്ങളുടെ ഒരു ദാരിദ്ര്യം. അതായത് ഇപ്പോൾ ഒരു വിഷയവും കിട്ടാതെ വരുമ്പോൾ എൻ്റെ വീട്ടിലെ മരത്തിൻ്റെ ചില്ല മറ്റവൻ്റെ വീട്ടിൽ വീണു, അതുമായി ചർച്ച 1 മണിക്കൂർ എന്നൊക്കെ അതൊരു വിഷയമാക്കി എടുക്കുക. അതിന് പല രാഷ്ട്രീയ നേതാക്കൾ വരിക എന്ന് ചർച്ച. 1 മണിക്കൂർ നമ്മളൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഈ സൗദി അറേബ്യയിലെ പത്രപ്രവർത്തനത്തിൽ അങ്ങനെ ഒരു ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല അല്ലേ? പൊതുവെ നമ്മൾ ഏത് ന്യൂസ് മീഡിയ, പ്രിൻ്റഡ് മീഡിയയും ഒക്കെ എടുത്ത് നോക്കിയാലും പലപ്പോഴും ഇവരുടെ ഇതിൽ അങ്ങനെയുള്ള സെൻസിറ്റീവ് ഇഷ്യൂസും ഈ രൂപത്തിലുള്ളൊരു അനാവശ്യമായ ഇതുകൾ പൊതുവെ കാണാറില്ല. അപ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ അതാണ്. അതെ, എന്തായാലും ഈ പറഞ്ഞത് വളരെ മുഖവിലക്കെടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള നിയമപാലകർ ഈ പത്രപ്രവർത്തനം അതിൻ്റെ ശരിയായ രീതിയിൽ കൊണ്ടുവന്ന് പത്രങ്ങൾ അല്ലെങ്കിൽ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണാണ്, നാവാണെന്നൊക്കെയല്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് സത്യസന്ധമല്ലെങ്കിൽ ആ നാടിനെ വലിയ പ്രയാസം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ മുസ്ലിം യുവാക്കളോടാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ആണെങ്കിലും അതല്ല നാട്ടിലാണെങ്കിലും മുസ്ലിം യുവാക്കളുടെ സമയത്തെക്കുറിച്ചിട്ടും അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഇന്നതൊരു നല്ലൊരു പ്രസക്തമായ ഒരു വിഷയമാണ്. അഥവാ നമ്മളെ ഇപ്പോഴുള്ള ക്യാമ്പസുകളുടെ അവസ്ഥ ഒന്ന് ബോധപൂർവമായി ഈ പൊതുവിദ്യാലയങ്ങളെ ഒരു മറയാക്കിക്കൊണ്ട് ഒരുപാട് മതനിരാസത്തിൻ്റെയും അതുപോലെ ഫാഷിസത്തിൻ്റെയും ഒക്കെ ഒരു ഒളി അജണ്ടകൾ നടപ്പാക്കുന്ന ഒരു സ്ഥലമായി പൊതുവിദ്യാഭ്യാസ രംഗം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെ താഴെക്കടയിൽ നിന്ന് വരുന്ന കുട്ടികളെ പോലും ആ രൂപത്തിൽ ഒരു വികലമായ ചരിത്രം പഠിപ്പിക്കുകയും വികലമായ ജെൻഡർ ന്യൂട്രാലിറ്റി കൺസെപ്റ്റുകളെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സാമൂഹ്യ സാഹചര്യം ഒരുക്കുകയും അതുപോലെ ഒരു പൊതുബോധം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ന്യൂസ് അവറുകളിലും മീഡിയകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഇപ്പം ഉണ്ടായൊരു വലിയൊരു പ്രശ്നതാണ്. അതായത് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെയുള്ളൊരു കൾച്ചറൽ ഫെസ്റ്റിലും ഇതിലൊക്കെ കൂടിയിട്ട് ആടിത്തിമിർക്കുകയും അത്യാവശ്യം ലഹരിയും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഈ ക്യാമ്പസുകളൊക്കെ മാറി എന്നത് വളരെ ദുഃഖകരമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മുസ്ലിം ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ അവർ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. പിശാച് എല്ലാ രൂപത്തിലും നമ്മളെ വളഞ്ഞിട്ട് നമ്മളുടെ ഒരു ശത്രുവാണ് എന്ന് പ്രഖ്യാപിച്ച ആ പിശാചിനെ കുറിച്ച് പറഞ്ഞു, ഫത്തഖിദൂഹു അദുവ്വൻ. ആ പിശാചിനെ നിങ്ങൾ ശത്രുവാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മൾ ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പിശാചിനൊരു ശത്രു ആക്കി നമ്മൾ മാറ്റണം. അപ്പോൾ അവിടെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന അവസരത്തിൽ കോംപ്രമൈസിന് പോവാതെ ദീനിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മതത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഉള്ളൊരു തീരുമാനം എടുത്തിട്ട് ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യണം, ശുദ്ധീകരിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഫിത്നകളുടെ കാലം, ഒരുപാട് ചാലഞ്ചസ് ക്യാമ്പസുകളിലും നാട്ടിലും ജോലിസ്ഥലത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു കോംപ്രമൈസിൻ്റെ ശൈലി സ്വീകരിക്കാതെ എന്ന് പറഞ്ഞാൽ ദീനി ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ശരിക്കൊരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് കോംപ്രമൈസിന് പോവാതെ ദീനിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ലൈഫിനെ അതേസമയം നമുക്ക് എല്ലാ പ്രൊഫഷണലിസും എത്തിക്സും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രാക്ടീസ്, അത് എൻജിനീയറിംഗ് രംഗത്താവട്ടെ മെഡിക്കൽ രംഗത്താവട്ടെ ഏത് രംഗത്തും നമുക്ക് എന്ത് ചെയ്യാം, ജോബിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നാണ് ഈ പുതിയ യുവതയോട് ജനതയോട് പറയാനുള്ളത്. ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എന്ന് ഉദ്ദേശിച്ചത് ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജനങ്ങൾക്ക് അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യണം. അയാളുടെ ഒരു സോഷ്യൽ ലൈഫിൽ ജനങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ പൊതുവെ ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ഉള്ളൊരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ശരിക്കുള്ള രൂപം എന്താണെന്ന് ഒരു മുസ്ലിം ലൈഫിലൂടെ നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള. അപ്പോൾ അത് നമ്മളുടെ വിശ്വാസപരമായും കർമ്മപരമായും ഒക്കെയുള്ള വിഷയങ്ങളിൽ ആ ഒരു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ട് ഉള്ളൊരു ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് എല്ലാ രംഗത്തും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും അതൊരു വലിയ സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു വിശ്വാസിക്ക് വിശ്വാസപരമായി പ്രവർത്തിക്കാനും മതപ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നത് അന്നത്തെ ഒരു ഈ ഭരണഘടന ഉണ്ടാക്കിയെടുത്ത ആളുകളുടെ കൂട്ടത്തിലുള്ള അന്നത്തെ മുസ്ലിം ലീഡേഴ്സിൻ്റെ ഒരു വിഷൻ നമുക്കതിൽ കാണാൻ സാധിക്കും.
എന്തായാലും നമ്മൾ ഈ ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്നലത്തെ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പത്രസമ്മേളനവും ഒരു ഇലക്ഷൻ ന്യൂസിനെ കുറിച്ചിട്ട്, അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ അത് ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ട ഒരു സംഗതി, ഇത്ര രൂപത്തിലുള്ളൊരു വലിയൊരു കാര്യം ഇന്ത്യ രാജ്യത്തെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന രൂപത്തിലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതിനെക്കുറിച്ചുള്ളൊരു വലിയൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഹൈലി ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ളൊരു പത്രസമ്മേളനം നടത്തിയിട്ട് നാഷണൽ മീഡിയകൾ അത് കവർ ചെയ്യുന്നതിൽ പിന്നോട്ട് പോയി അത് അവഗണിച്ചു എന്ന് കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. കാരണം ഇന്ത്യയെ പോലെയുള്ള ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയുള്ള ഓപ്പൺ ആയിട്ടൊരു സംഗതി പറഞ്ഞിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഈ മീഡിയകൾ അതിനെ തടയിടുന്നു എന്നതൊരു ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ചാലഞ്ചായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാ. നമ്മുടെ ഈ പീസ് റേഡിയോ നമുക്കറിയാമല്ലോ, 55ഓളം രാഷ്ട്രങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു അവസരത്തിൽ നമ്മളുടെ പൊതുവെ എല്ലാ രാജ്യങ്ങളിലുള്ള ഇപ്പോൾ ഇസ്ലാമോ ഫോബിയ ഏറ്റവും കൂടുതൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമയമാണ്. അത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, വെസ്റ്റേൺ കൺട്രീസിലും യൂറോപ്പിലും ഒക്കെ ഉള്ളൊരു കാര്യമാണ് ഇസ്ലാമോ ഫോബിയ. അപ്പോൾ ഒരു ഇസ്ലാമോ ഫോബിയനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഒരു ബേസിക് ഇസ്ലാമിക് നോളജ്, ഡീപ്പായിട്ടുള്ള ഇസ്ലാമിക് നോളജ്, അതായത് അഖീദയുടെ വിഷയം, വിശ്വാസപരമായ വിഷയത്തിലും കർമ്മപരമായ വിഷയത്തിലും ചരിത്രത്തിലും എല്ലാ വിഷയത്തിലും നല്ല നോളജുള്ളൊരു സൊസൈറ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമാണ് ഈ അടുത്ത ഒരു കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ഇസ്ലാമിൻ്റെ തനതായ ഒരു രൂപം പകർന്നു നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമോ ഫോബിയ വളരാനുള്ള ഏറ്റവും വലിയ വളം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെക്കുറിച്ച് ഒന്നും അറിയാത്ത മുസ്ലിങ്ങൾ ജീവിക്കുന്നു എന്നതാണ്. അപ്പോൾ അവരുയർത്തുന്ന സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ ആർക്കില്ല, അറിയില്ല. മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾക്ക് കഴിയുന്നില്ല. അപ്പോൾ കൃത്യമായ ധാരണയോടുകൂടിയുള്ള ഡീപ്പ് നോളജുള്ള ആളുകളെ വളർത്തിയെടുക്കുക. അപ്പോൾ സൗദി അറേബ്യയെക്കുറിച്ചുള്ള പറയുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നൊരു സംഗതി, ഇവിടെ വന്ന ഉടനെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരെ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ ആ വന്ന ഉടനെ തന്നെ 99 വന്നപ്പോൾ ഷേഖ് ജിബ്രീൻ റഹിമഹുല്ല, ഷേഖ് ജിബ്രീൻ, അദ്ദേഹം റിയാദിലാണ്. അദ്ദേഹത്തിൻ്റെ ദർസിൽ പങ്കെടുത്തപ്പോഴാണ് വാസ്തവത്തിൽ ഒരു ഡീപ്പ് നോളജുള്ളൊരു പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എത്രത്തോളം ഇൽമ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈസ്റ്റേൺ പോയിൻറ്റ്സിൽ വന്നപ്പോൾ അബ്ദുൽ ജബ്ബാർ മദീനിയെ പോലെയുള്ള നമ്മളുടെ മലയാളത്തിൽ ഉള്ള അഗാധമായ ഇൽമുള്ള പ്രഭാഷകരെയും പണ്ഡിതന്മാരെയും കാണുകയും ഷെയ്ഖ് മുഹമ്മദ് റംസാനെ പോലെയുള്ള അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ. ഈ പണ്ഡിതന്മാരുടെ ഒരു സാന്നിധ്യം വാസ്തവത്തിൽ ആ സമൂഹത്തിൽ ഇൽമ് നിലനിർത്താനും ഇസ്ലാമിനെക്കുറിച്ച് അവയർനെസ് കൂടുതൽ പകർന്നു നൽകാനും വളരെയേറെ സഹായകരമാണ്. അപ്പോൾ അതിന് അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ. വളരെ വളരെ അർത്ഥവത്തായ ഒരു സംസാരമാണ് നമ്മളിവിടെ കേട്ടത്. ഈ പീസ് റേഡിയോ പോലുള്ള സംവിധാനത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരും കഠിനമായി പരിശ്രമിക്കണം. ഇൽമ് നേടാൻ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് അൽഹംദുലില്ലാ പീസ് റേഡിയോ വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി അന്നൂർ ഖുർആൻ പാഠ്യപദ്ധതി ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് ഇവിടെ നിന്നാണ് അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വിടുന്നത്. നിങ്ങളൊക്കെ അതിൽ അംഗമായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു പഠിതാവായി മാറണം, ഇൽമ് നേടണം എന്ന് നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ. ആമീൻ.